ഹായ് ഫ്രണ്ട്സ്, നല്ല പൈസയൊക്കെ മുടക്കി സോളാർ വെക്കുമ്പം പലരുടെയും ഒരു പ്രശ്നമാണ് കറണ്ട് പോയാൽ ഒന്നും ലഭിക്കില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം. അതിനായിട്ട് ഒരു ഹൈബ്രിഡ് സോളാർ സിസ്റ്റം വെക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങൾ എത്ര പേർക്കറിയാം ഈ ബാറ്ററിക്ക് എത്ര ബാക്കപ്പ് കിട്ടും? ഇത് നിങ്ങൾക്ക് ശരിയായി പ്രയോജനപ്പെടുമോ? ബാറ്ററിയുടെ കോസ്റ്റ്, ലൈഫ്, റീപ്ലേസ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ കാര്യങ്ങളൊക്കെ അറിയാതെ നിങ്ങൾ ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങളെ ഇത് വിഷമിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു റിയൽ ട്രൂത്താണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ സീരീസിലെ 14ാമത്തെ വീഡിയോയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈബ്രിഡ് വെക്കുന്ന പലർക്കും ഒരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഹൈബ്രിഡ് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഹൗസിൽ ബാക്കപ്പ് കിട്ടുമെന്നുള്ളത്. എന്നാൽ റിയാലിറ്റി എന്താണ്? ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. യൂസേജ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾക്ക് ബാക്കപ്പ് ടൈം കുറയുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ നിങ്ങളൊരു സിസ്റ്റം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളത് ഒരു മിസ്മാച്ച് ആകും. ഇനി ഒരു ഉദാഹരണം പറയാം. ഒരു വീട്ടിലൊരു ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെക്കുക. അവർ അസ്യൂം ചെയ്യുകയാണ് അവർക്ക് ഫുൾ ടൈം ബാക്കപ്പ് കിട്ടുമെന്നുള്ളത്. ഫുൾ ടൈം കറണ്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇരുന്ന അവർക്ക് ഒരു പവർ കട്ട് വന്നപ്പോൾ ഫാനും ലൈറ്റും ഒക്കെ ഇട്ടപ്പോൾ ഓക്കെയാണ്. പക്ഷേ AC മോട്ടറും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാറ്ററി ലോ ആയിപ്പോകും. അപ്പോൾ അവർ വിചാരിക്കും എന്താ പറഞ്ഞതുപോലെ ഒന്നും ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം അല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഒരു പ്രശ്നമാണെന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാം. ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്താണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ 21 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഹൈബ്രിഡ് സിസ്റ്റം എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോയിട്ട് അതൊന്ന് കണ്ടുകൊള്ളുക. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് സോളാർ, ബാറ്ററി, ഗ്രിഡ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കമ്പൈൻഡ് സിസ്റ്റമാണ്. സൂര്യപ്രകാശം ഉള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി വീട്ടിലേക്ക് തരുന്നു. അതുവഴി നമ്മുടെ എനർജി ചാർജിനെ കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അധികം വരുന്ന വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യുന്നു. രാത്രിയിലൊക്കെ നമ്മളത് തിരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നു. പകൽ സമയത്ത് സൂര്യപ്രകാശമുള്ള സമയത്ത് ബാറ്ററി ചാർജ് ആകുന്നു. ഇലക്ട്രിസിറ്റി പോകുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് രാത്രിയിലാണെങ്കിൽ ഉപയോഗിക്കുന്നു. പകലാണെങ്കിൽ സോളാർ പാനലിൽ നിന്നും ബാറ്ററിയിൽ നിന്നുമായിട്ട് ഉപയോഗം നടക്കും. ഇതാണ് ബേസിക്കലി ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പോകുന്ന സമയത്ത് ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്ക് ബാക്കപ്പ് ലഭിക്കുന്നത്. പകലാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി പ്ലസ് സോളാർ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ നിങ്ങളൊരു ബാറ്ററി 5 kWh ഉണ്ടെങ്കിൽ ഒരു 5 യൂണിറ്റ് ആയിരിക്കും ഇതിലേക്കുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 1 യൂണിറ്റാണ് 1 മണിക്കൂറിലേക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 5 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. ഒരു 2 യൂണിറ്റ് വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2.5 മണിക്കൂർ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാക്കപ്പ് ലഭിക്കുക. അതായത് യൂസേജ് കൂടുമ്പം ബാക്കപ്പ് കുറയുമെന്ന് അർത്ഥം. രണ്ടാമത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ബാറ്ററിയുടെ കോസ്റ്റിൻ്റെ ഒരു റിയാലിറ്റിയെ പറ്റിയാണ്. ഹൈബ്രിഡ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ചിലവെന്ന് പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററി ആഡ് ചെയ്യും തോറും നിങ്ങളുടെ കോസ്റ്റ് വളരെയധികം കൂടി പോകും. നിങ്ങൾക്ക് കൂടുതൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ബാറ്ററി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് വരാം. ഇപ്പോൾ വരുന്നതിനൊക്കെ 10 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ വർത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു 12-15 വർഷമായിരിക്കും ഒരു പക്ഷേ ഈ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിന് ശേഷമുള്ള ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കൂടി പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ലോഡിനെ പറ്റി നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം. അതിന് നിങ്ങൾക്ക് നല്ലൊരു വെണ്ടറുടെ സഹായം തേടാം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പവർ കട്ട് വന്നാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മെയിൻലി നമ്മൾ ലൈറ്റ്, ഫാന്, TV, വൈഫൈ, CCTV ഇങ്ങനെയുള്ള കുറേ അധികം എക്യുപ്മെൻറ്റുകൾ നമ്മൾക്ക് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഹെവി ലോഡായിട്ടുള്ള AC കഴിയുമെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ചില സാഹചര്യത്തിലൊക്കെ AC കണക്ട് ചെയ്യുന്നത് നമുക്ക് പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ അതൊരു കൃത്യമായ മനസ്സിലാക്കലാണ് ഇതിനകത്ത് ആവശ്യം. അപ്പോൾ ഈ രീതിയിലൊരു സ്മാർട്ട് പ്ലാനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് എപ്പോഴും പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഹൈബ്രിഡിനെ പറ്റി ഒരു സ്മാർട്ടായിട്ട് ഡിസിഷൻ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കുക, വളരെ നല്ലൊരു ഡീലർക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരു വെണ്ടർക്ക് മാത്രമേ നിങ്ങൾ ഹൈബ്രിഡ് ചെയ്യാനായിട്ട് കൊടുക്കാവൂ. ഇന്ന് പല ആളുകളും ഇത് പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഒരു വെണ്ടറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ റിയലായിട്ടുള്ള റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങളുടെ എസെൻഷ്യൽ ലോഡ് മാത്രം ബാക്കപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം കംഫർട്ട് നൽകുന്നതാണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ വാങ്ങാനുള്ളത് മാത്രമല്ല, ഫ്യൂച്ചറിൽ നമുക്ക് എന്നാണ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്, എത്ര രൂപ വരും എന്നൊക്കെ ഉള്ളത് ഡീലറോട് ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ശരിയായ ഒരു സിസ്റ്റം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഒരു
പവർഫുൾ സൊല്യൂഷൻ തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 21 പോയിന്റുകളിലെ 14ാമത്തെ വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്കി പോയിന്റുകളെ പറ്റിയുള്ള വിശദീകരണ വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സോളാറിനെ പറ്റി കൂടുതലായി പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.